ആരെ കാണാൻ? ബേസിലിനെ കാണാൻ. ബേസിലിനെ കണ്ട സിനിമയെ കയറാം. സിനിമയെ കേറിയ ഫേമസ് ആവാം. ഫേമസ് ആയ കാശ് കിട്ടും. ഷാജി അവന്മാരെന്തോ പണിപ്പിക്കാനുള്ള വരവാ. അണ്ണം വാണ നീ ഷാജിയുടെ തോന്നി കൂണ അവര് കാണും. പോടാ നിക്കാടെ കോഴി ബിസിനസ് ഒക്കെ പൂട്ടിയപ്പോ പുതിയ ഊടായ്പായിട്ട് ഇറങ്ങിയേക്കോല്ലേ. നിന്നെയൊക്കെ ആരാ സിനിമയിലെടുക്കണേ? പറഞ്ഞു കൊടുക്ക് ഷാജി. നിങ്ങൾക്ക് അറിയാൻ പാടാത്ത ഒരു കാര്യമുണ്ട്. ഈ കോഴിയുടെ ഉള്ളിലും ഒരു കലാകാരനുണ്ട്. ഷാജി അല്ല, കോഴി മുതലാളിയുടെ ഉള്ളിലും ഒരു കലാകാരനുണ്ട്. മുതലാളിയോ? ഇതാപ്പ മുതലാളി. പണ്ട് തൊഴിലാളി, ഇപ്പൊ മുതലാളി. അണ്ണൻ നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട. ആരാണോ മുതലാളി ആ കൂടെയാണ് ഞാൻ. അണ്ണനിപ്പോ ഒരു വട്ട പൂജ്യലാണ്. വട്ട പൂജ്യം. മുതലാളിയാണെങ്കിൽ നീ എന്നെ അങ്ങ് ഒലത്തോടെ മരങ്ങാണ്ടി മോറ. ഞങ്ങൾ ഈ പ്ലക്കാർഡും പിടിച്ചുകൊണ്ട് ബേസ് ജോസഫിന്റെ അടുത്ത് തന്നെ താമസം. ഞങ്ങൾ സിനിമയിൽ കയറിയിരിക്കും. എന്നാ നീ കയറിയിരിക്കണ കസേരയുടെ കാര്യം ഞാൻ വെട്ടും. ഊതല്ലേ, ഊതിയ തീപ്പൊരി മാറും. ഷാജി വാടാ. എന്നൊരു കാര്യം കേട്ടിട്ട് നോക്കാം. എന്തരാ? ബേസ് ജോസഫ് സിനിമ കൊടുത്ത് നിർത്തി. ഇപ്പൊ ബേസ് ജോസഫ് കാനഡയ്ക്ക് നഴ്സിംഗ് പഠിക്കാൻ പോയിക്കാ. നിങ്ങളൊന്നും പോയിട്ട് ഒരു കാര്യമില്ല. അണ്ണാ ബേസ് ജോസഫിനെ കാണാൻ നമുക്ക് കാനഡയ്ക്ക് പോണ. ബേസ് ജോസഫോടെ കൈ വിടില്ല എനിക്കെന്നാ.